ഈ മകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ഇന്നലെ പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിൽ ഈ മാധ്യമങ്ങളെ ഉപദേശിക്കുകയും അതോടൊപ്പം തന്നെ അവരെ എതിർക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ചോദ്യങ്ങൾക്ക് എന്തായാലും കൃത്യമായി മറുപടി പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. എന്തായിരിക്കും കാരണം? മുഖ്യമന്ത്രി ഇത് ആദ്യമായിട്ടൊന്നും അല്ല മാധ്യമങ്ങൾക്ക് നേരെ തിരിഞ്ഞു നടക്കുന്നത്. ഇത് ആദ്യത്തെ കടക്ക് പുറത്ത് എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി മയം വന്നിട്ടുണ്ട് എന്ന് മാത്രം. കാരണം മയം വന്ന കൈകൾ ശുദ്ധമല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയത് കൊണ്ടായിരിക്കും കുറച്ച് മയമൊക്കെ വന്നിട്ടുണ്ട്. പറയാൻ സൗകര്യമില്ല എന്നൊരു രീതിയിലാണ് മുഖ്യമന്ത്രി പലപ്പോഴും ഈ മാസപ്പടി കേസ് മാത്രമല്ല പല വിവാദ കേസുകളും അദ്ദേഹത്തിന്റെ നേർക്ക് വിരൽ ചൂണ്ടുന്ന ഏത് കേസൊന്നും എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, അതെന്താന്ന് വെച്ചാൽ നടക്കട്ടെ, നമുക്ക് കണ്ടറിയാം. എന്റെ രക്തം അങ്ങനെയൊന്നും ആരും കുടിക്കണ്ട, ആ രക്തം തരാനും പോകുന്നില്ല. ഇവിടെ അദ്ദേഹത്തിന്റെ രക്തം ഇവിടെ ആർക്കും വേണ്ട. അത് കുടിച്ചവർക്ക് പോലും ദഹിക്കൂല, അല്ലെ ആ കുടിക്കുന്നവര് കുടിക്കില്ലാരും. അത്രയ്ക്ക് വലിയ ശുദ്ധരക്തമൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി ഇത് ആദ്യമായിട്ടൊന്നും അല്ല. പിന്നെ 2021 അദ്ദേഹം മാധ്യമങ്ങൾ നിരന്തരം മകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇത് മകളുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം അല്ല ഇത് നടത്തിയത്. ഇത് അദ്ദേഹത്തിന് മറ്റു പല കാര്യങ്ങൾ പറയാനും, അത് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ സമൂഹത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു, നിങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലോ, നിങ്ങൾ ഇതിൽ മാത്രം എന്തിനാ ശ്രദ്ധിച്ചിരിക്കുന്നത്, എനിക്കത് പറയാൻ സൗകര്യമില്ല. ഇതിനു വേണ്ടിയല്ല അദ്ദേഹം ഈ മാധ്യമങ്ങളെ കണ്ടത്. മറ്റു പല വിഷയങ്ങളുമായി കേരളത്തിലെ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആശാ വർക്കേഴ്സിന്റെ അല്ല. പക്ഷേ ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇടതുപക്ഷ നേതാക്കൾ വലിയ രീതിയിൽ മാധ്യമ പ്രവർത്തകരോട് എങ്ങനെ മാധ്യമധർമ്മമെല്ലാം പഠിപ്പിക്കുമല്ലോ. ഈ പിണറായി അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയാണ്. കാരണം സുരേഷ് ഗോപിയെ എടുത്ത് എന്തെങ്കിലും അദ്ദേഹം പറയുന്നത് കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ സംഘടന ഉൾപ്പെടെ KUWJ സംഘടന ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ വരുന്നു. അദ്ദേഹത്തിനെതിരെ കേസ് ആദ്യമൊന്നും അല്ല, അദ്ദേഹത്തിന് അതൊന്നും വലിയ വിഷയമല്ല. രണ്ടാമത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി. പിന്നീട് വീണ്ടും അദ്ദേഹം വന്ന ഒരു ഗസ്റ്റ് ഹൗസിന്റെ മുൻപിൽ പോയി കുറെ മാധ്യമങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞു, ഇവിടെ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പുറത്തിറങ്ങണം. അപ്പം കുറച്ച് മാധ്യമങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിൽക്കും, ഞങ്ങൾ ഈ കവാടത്തിൽ നിൽക്കും, ഞങ്ങൾ ഇവിടെ നിന്നാൽ എന്താണ് പ്രശ്നം, ഞങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. ഇതേ ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപി ഉത്തരം പറയുന്നതിനേക്കാളും പല കാര്യങ്ങളും ഉത്തരം പറയേണ്ടുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി ഇപ്പൊ സുരേഷ് ഗോപി വലിയ വിവാദമായിട്ടുള്ള കേസിലൊന്നും പെട്ടിട്ടില്ല. പെൺവിഷയത്തിലോ അല്ലെ സ്വർണ്ണക്കടത്തിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും വേറെ ഇത്തരത്തിലുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കള്ളപ്പണം വിനിയോഗിക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയേണ്ടുന്ന കാര്യമില്ല. പിന്നെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയും. ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് ചോദിച്ചത്. മധ്യപ്രദേശിൽ സംഭവിച്ച കാര്യം അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട കാര്യം, കേരളത്തിന്റെ കാര്യം അദ്ദേഹത്തിനോട് ചോദിക്കട്ടെ. അപ്പൊ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും അത് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിനെ കുത്താനും ഈ മാധ്യമങ്ങൾക്കൊക്കെ. ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിലെ കാര്യം ചോദിക്കാം, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മകളുടെ കാര്യത്തിലോ കേരളത്തിന്റെ കാര്യമൊക്കെ ചോദിക്കാം. പക്ഷെ ഇന്നലെ റിപ്പോർട്ടേഴ്സ് ടിവിയിലെ ഏതോ റിപ്പോർട്ടറും കണ്ടാണെന്ന് തോന്നുന്നു കുറച്ചെങ്കിലും മര്യാദയോടെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ട് ഇതിന് മറുപടി തരുന്നില്ല? അദ്ദേഹം ഫേസ്ബുക്കിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ചോദ്യത്തിന് പിന്നാലെ തന്നെ ഈ സൈബർ പോരാളികൾ ഭയങ്കര ആക്രമണമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തും. അല്ല, ഈ സംഘടനകളൊക്കെ എവിടെ പോയി? ഈ നമുക്ക് ചോദിക്കേണ്ട മുഖ്യമന്ത്രിക്ക് ഒരു മാധ്യമങ്ങൾ എന്ന് പറയുന്ന ജനങ്ങളുടെ മീഡിയേറ്റർ കൂടിയാണ്. അപ്പൊ ജനങ്ങളുടെ വികാരം എന്താണോ അത് മാധ്യമങ്ങൾ വേണ്ടുന്ന മന്ത്രിമാരെ മുഖ്യമന്ത്രി അറിയിക്കുന്നു എന്നൊരു ജോലി കൂടിയുണ്ട്. അത് മുഖ്യമന്ത്രി മറന്നു പോകരുത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെ ജനങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ മുഖ്യമന്ത്രി പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തത് ജനങ്ങൾ. 2021 അദ്ദേഹം അധികാരത്തിൽ കയറിയപ്പോ ഈ ധാർഷ്ട്യമൊന്നും കണ്ടില്ല, ഈ കനകാംബീര ശബ്ദമൊന്നും അന്നുണ്ടായിരുന്നില്ല. വോട്ട് തരുമോ? ഭയങ്കര എന്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ. അച്യുതാനന്ദനെ മുൻനിർത്തിയാണ് അന്നത്തെ തെരഞ്ഞെടുപ്പ് തന്നെ. മാത്രമല്ല അദ്ദേഹം ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെല്ലുന്ന എന്തെല്ലാം പ്രസംഗങ്ങളായിരുന്നു അന്ന്. എന്തോ ഇത് ചെയ്യുന്ന തരത്തിലായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരമേറ്റ്. ഞാനും വിചാരിച്ചു എന്തൊക്കെയോ മലമറിക്കും, രക്ഷപ്പെട്ടു നമ്മുടെ കേരളം ഒന്ന്. പക്ഷെ രണ്ടാമത്തെ വോട്ട് ചോദിപ്പൊന്നും അങ്ങനൊന്നും ആയിരുന്നില്ല. തന്നേ പറ്റൂ, അല്ലെ തന്നില്ലെങ്കിൽ വിവരം അറിയും എന്നുള്ള രീതിയിലുള്ള ധാർഷ്ട്യാണ്. ഇനി അദ്ദേഹം കയറി വന്നെങ്കിലല്ലേ ഉള്ളൂ. പക്ഷേ
അദ്ദേഹം ചെയ്യേണ്ടുന്ന ചില മര്യാദകളുണ്ട്. ഇത്തരത്തിൽ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമങ്ങളുടെ നേരെ ആക്രോശിക്കുകയല്ല വേണ്ടുന്നത്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നിയമവ്യവസ്ഥയിൽ നിലനിൽക്കുന്ന മാധ്യമങ്ങളാണ്, സാറ്റലൈറ്റ് ചാനലുകളാണ്. സാധാരണ വ്ളോഗേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അല്ല ചോദിക്കുന്നത്. റിപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ ജേർണലിസം പഠിച്ച് അവർ ആ രീതിയിൽ എത്തുമ്പോൾ അവർക്ക് വേണ്ടുന്ന പരിഗണന മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രിമാർ എല്ലാവരും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ വിവാദമായിട്ടുള്ള കേസ് വരുമ്പോൾ അതിന്റെ കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നതിനേക്കാൾ മുമ്പേ ജനങ്ങളെ അറിയിക്കേണ്ടുന്ന ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ മകളാണ് ഇതിൽ പെട്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അതിന്റെ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞു എന്റെ കൈകൾ ശുദ്ധമാണ്, എന്റെ മകളുടെ ആദ്യം പറഞ്ഞത് മകൾക്ക് അങ്ങനെ ഒരു കമ്പനി ഇല്ല എന്നുള്ളതായിരുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് കമ്പനിയിലെ ഇടപാടുകളുടെ ഇൻകം ടാക്സ് ആദായ നികുതി അടച്ചതിന്റെ എല്ലാ തെളിവുകളും ഞങ്ങൾ ഈ ആദായ നികുതി എന്ത് ജോലി ചെയ്തു. എക്സാലോജിക്ക് 2016 ആണ് വന്നത്. ഈ എക്സാലോജിക്ക് കമ്പനി CMRLന് എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യുന്നത്? സാധാരണ നമുക്ക് തന്നെ അറിയാം, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് വലിയ വലിയ ഇടപാടുകൾ നടത്തുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് CMRL പോലുള്ള കോടിക്കണക്കിന് ആദായമുള്ള അല്ലെ കോടിക്കണക്കിന് വരുമാന സ്രോതസ്സുള്ള വലിയൊരു കമ്പനിയുടെ കോൺട്രാക്ട് എങ്ങനെ നേടി? അവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി പോലും അല്ല, ഇങ്ങോട്ട് വരുന്നു വലിയ കമ്പനി ആയിട്ടാണ് വരുന്നത്. സാധാരണ കമ്പനികൾ അടിസ്ഥാനത്തിൽ നിന്നാണ് കയറി വരുന്നത്. ഇത് പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് CMRLന്റെ കുറച്ച് കോൺട്രാക്റ്റുകൾ കിട്ടുന്നു. അത് എന്തൊക്കെ സേവനങ്ങളാണ് കൊടുത്തത്? എന്തെങ്കിലും മെയിൻ്റെനൻസ് പണികളാണോ? ഇനി പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള രീതി കമ്പനിക്ക് കൊടുത്തു എന്നുള്ളതായിരിക്കും. ഏതൊക്കെ സേവനങ്ങളാണ്? ഇനി ഈ എക്സാലോജിക്ക് മറ്റ് ഏതൊക്കെ കമ്പനികൾക്ക് സേവനങ്ങൾ കൊടുത്തു? അതോ CMRLനുമായിട്ട് മാത്രമേ ഉള്ളൂ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇവർ ഈ പറയുന്നത് ആദായ നികുതി ആർക്കും അടയ്ക്കാം, ഇൻകം ടാക്സ് ആർക്കും അടയ്ക്കാം, പണ ഇടപാട് നടന്ന ആർക്കും അത് അടയ്ക്കാം. ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് അത് അടയ്ക്കാം. ആ ഇൻകം ടാക്സ് അതിന്റെ കൂടുതൽ ചൂഴ്ന്നെടുക്കത്തില്ല. പക്ഷെ SFI ചൂഴ്ന്നെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെ സേവനങ്ങൾ? അത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി തുറന്നു പറയുന്നില്ല? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള രീതി വീണയ്ക്ക് തുറന്നു പറയാലോ. എന്റെ പിതാവിന്റെ മേൽ നിങ്ങൾ ആക്രോശിക്കരുത്, ഞാൻ ഇന്ന ഇടപാടുകളാണ് നടത്തിയത്, എന്റെ കമ്പനി കൈകൾ സുതാര്യമാണ്, മടിയിൽ ഖനമില്ലെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകൾക്കും അദ്ദേഹത്തിന്റെ മരുമകനും ഇത് തുറന്നു പറയാം. എന്ത് സേവനങ്ങളാണ് CMRLന് കൊടുത്തത്, അതിന്റെ ഡോക്യുമെന്റ്സ്. അത്തരത്തിൽ SFI അന്വേഷിച്ച് അതിൽ വെറും പൊള്ളയായ കള്ളമാണ് എന്ന് SFIക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. അല്ലാതെ ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനൊരു പുകമറ സൃഷ്ടിക്കുന്നത് പോലെ ഞങ്ങൾ ഇൻകം ടാക്സ് അടച്ചു, ഞങ്ങൾ ആദായം അതിന്റെ റെസിപ്റ്റ് ദാണ്ടേ, എന്റെ ഭാര്യ റിട്ടയർഡ് ചെയ്ത കാശ് കൊണ്ടാണ് എന്റെ മകൾക്ക് ബാംഗ്ലൂർ ഒരു കമ്പനി തുടങ്ങി. സാധാരണ നേരത്തെ നമ്മൾ ഒരു ചർച്ച ചെയ്ത ഒരു സാറ് പറഞ്ഞതാ, ഒരു റിട്ടയർമെന്റ് ചെയ്ത ആദ്യം ചെയ്യുന്ന എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇടുവോ, വല്ല കഞ്ഞി കുടിക്കാനുള്ള മാർഗം ഉണ്ടോന്ന്. അല്ലാതെ മകൾക്ക് ഒരു ലോജിക്കും ഇല്ലാതെ ഒരു എക്സാലോജിക് എന്ന് പറഞ്ഞ ഒരു പേര് ഇട്ട് ഒരു കമ്പനി കൊടുക്കാൻ, അല്ലെങ്കിൽ മകൾക്ക് അതിനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അത് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, കഴിവ് കാണുമായിരിക്കും. പക്ഷെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്ലാനിങ്, ഒരു പദ്ധതി ഇല്ലാതെ ചുമ്മാ കാശ് എറിഞ്ഞു മാറി ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. ഒരു പ്ലാനിങ്ങിലൂടെ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ ലാഭം നേടാം എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ഒരു കമ്പനിയോ ഒരു ബിസിനസ്സോ സ്റ്റാർട്ട് ചെയ്ത അത്രയ്ക്ക് കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ ഓരോ വ്യക്തികൾ ഓരോ ജനങ്ങളിൽ നിന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി പോലും അല്ല, ഇങ്ങോട്ട് വരുന്നു CMRL എന്ന് പറയുന്ന ഒരു ഇതിന്റെ കോൺട്രാക്ട് വാങ്ങിക്കുന്നു, വലിയ ഇടപാടുകൾ നടക്കുന്നു, 2.5 കോടി രൂപയുടെ അഴിമതി വെളിയിലാകുന്നു, മറ്റ് സേവനങ്ങളൊന്നും കാണുന്നില്ല, മറ്റ് ഏതെങ്കിലും കമ്പനികളുമായിട്ട് ബന്ധമുണ്ടെന്ന് പോലും ഇപ്പൊ SFI പോലും പറയുന്നില്ല. SFI യുടെ പ്രവർത്തനങ്ങളെല്ലാം കുറച്ച് സുതാര്യം കൂടി അവരുടെ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ ഇത്തരത്തിൽ വേറെ ഒരു കമ്പനിയെ പറ്റി ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല. അപ്പം CMRL മാത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ അതിന്റെ വേറെ എന്തെങ്കിലും ആണെന്നോ ഒരു വിവരമില്ല. ഈ എക്സാലോജിക്ക് പഠിച്ചു നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അത് മാറ്റുകയും ചെയ്തു. അപ്പൊ അതിൽ ഈ പച്ച വെള്ളം കുടിക്കുന്ന മലയാളികളാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. സാധാരണ നഴ്സറി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇത് മനസ്സിലായി, ഇത് വെറും കള്ളത്തരമാണ്. അല്ല പറയുന്നത്, മകൾ അന്വേഷണത്തോട് സഹകരിക്കും, തങ്ങളുടെ കയ്യിൽ കൃത്യമായി അത് ഇപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അദ്ദേഹത്തിന് പെൺവിഷയം വരെ വന്നിരുന്നു അല്ലെ. ഇത് മാത്രമല്ല, പെൺവിഷയം, സോളാർ കേസ് എന്തെല്ലാം വന്നിരുന്നു. അവസാനം അത് തെളിയിച്ചോ?
അവസാനം അദ്ദേഹത്തിന്റെ മരണത്തോടെ അങ്ങനെ ഒരു സംഭവം ഇല്ല, സരിത ഉൾപ്പെടെ വന്ന് പറഞ്ഞു ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ എന്തെല്ലാം കേസുകൾ. ഇതിപ്പം അപ്പൊ ഈ CPM പാർട്ടി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ താഴെ ഇറക്കാൻ അന്ന് ശ്രമിച്ചത്? ഇങ്ങനെ ഒരു അപവാദം അല്ലെ ഇങ്ങനെ ഒരു വിവാദം വന്ന് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ചെയ്യേണ്ടുന്നത്, ഇത് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു, ഇനി കോടതിയിലേക്ക് പ്രതിയായിട്ടാണ് വീണ വിജയൻ പോകുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് അദ്ദേഹം രാജിവെക്കണം. അദ്ദേഹത്തിന്റെ രക്തം ഒന്നും ഇവിടെ ആർക്കും വേണ്ട. അദ്ദേഹം രാജിവെക്കണം. അല്ലെങ്കിൽ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങളോട് അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെന്നുണ്ടെങ്കിൽ തെളിവുകൾ സഹിതം, കൃത്യമായ തെളിവ് സഹിതം അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന ഒരു സംവാദത്തിനാണ് തയ്യാറാകേണ്ടത് അല്ലെ? മാധ്യമങ്ങളുടെ ചോദ്യത്തിന്, ജനങ്ങളുടെ ചോദ്യത്തിന്, ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ. പണ്ടൊക്കെ സുതാര്യ കേരളം എന്നൊക്കെ പറഞ്ഞ ഉമ്മൻചാണ്ടിയും EK നയനാരും ഒക്കെ അവതരിപ്പിച്ച പല കാര്യങ്ങളും ഉണ്ട്. കാരണം അവരുടെ മടിയിലൊന്നും വലിയ കനങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി ജനങ്ങളുടെ ഇടയിലോട്ടോ മാധ്യമങ്ങളുടെ ഇടയിലോട്ടോ ഇറങ്ങിച്ചെല്ലത്തില്ല. അദ്ദേഹത്തിന് പല നിഗൂഢതകളാണ്. ആ നിഗൂഢത മാറ്റണം. ഒരു മുഖ്യമന്ത്രി സ്ഥാനമാകുമ്പോൾ നിഗൂഢത മാറ്റണം, ഇറങ്ങി വരണം. അദ്ദേഹത്തിന്റെ തെളിവുകൾ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.